ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ സ്റ്റിച്ചിങ് ചെയ്തിട്ട് ഇന്ന് ഞാനൊരു ബ്ലാക്ക് ജോർജറ്റും അതുപോലെ തന്നെ ഈ ഒരു അജറക് പ്രിൻറ്റ് വരുന്ന ഒരു റെഡ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നൊരു മെറ്റീരിയൽ കൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരേ ടൈമിൽ തന്നെയല്ല ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പല ടൈമിലായിട്ടാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ദിവസം ഞാനിതിപ്പം മെഷർമെൻറ്റ് എടുത്ത് വെക്കത്തേ ഉള്ളായിരിക്കും. പിന്നെ അതിന് ശേഷമായിരിക്കും അത് കട്ട് ചെയ്യുന്നത്. പിന്നെ കട്ട് ചെയ്ത് പിന്നെ നെക്സ്റ്റ് ഡേ ആയിരിക്കും ഞാൻ ചിലപ്പം സ്റ്റിച്ചിങ് കുറച്ച് ചെയ്യുന്നത്. നെക്ക് പോർഷൻസ് ആണെങ്കിൽ അത് ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും ചെയ്യുന്നത്. പിന്നെ ആയിരിക്കും ബാക്കി അല്ലെങ്കിൽ ഒരു ദിവസം സ്ലീവ് ചെയ്യും. അപ്പോൾ അങ്ങനെ പല ദിവസങ്ങളായിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് വീഡിയോസ് എടുക്കാൻ പറ്റാറില്ല. എൻ്റെ ഫ്രീ ടൈമിനനുസരിച്ചും പിന്നെ എനിക്ക് ഒരുപാട് ടൈം അങ്ങനെ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ബാക്ക് പെയിനായിട്ട് നല്ല പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരേ ടൈമിൽ തന്നെ ഞാൻ ഫുള്ളായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് പല ടൈമിലായിട്ടായിരിക്കും ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് ഞാൻ ചെയ്യാത്തത്. ഞാൻ എന്തായാലും ഒരു ഫുള്ളായിട്ട് കട്ടിങ്ങും അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങും ഫുള്ളുമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്നോട് ഇങ്ങനെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് അങ്ങനെ ചെയ്യാമോ എന്ന്. പക്ഷേ എനിക്കതിന് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ ഇത് ഏകദേശം സ്റ്റിച്ചിങ് ഒക്കെ തീരാറായിട്ടുണ്ട്. ഞാനിപ്പോൾ സ്ലീവ്സാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എപ്പോഴത്തെയും പോലെ ഞാൻ സ്ലീവ്സിന് ലൈനിങ് കൊടുത്തിട്ടില്ല. കാരണം എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. ഇപ്പോൾ ജോർജറ്റിൻ്റെ ആയതുകൊണ്ടും പിന്നെ ഇത് തയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഈ ജോർജറ്റിൻ്റെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോകുന്ന രീതിയിലാണ്. അപ്പോൾ നല്ല രീതിയിൽ ക്ഷമയോടെ നമ്മൾ പിടിച്ച് വെച്ചിട്ട് ചെയ്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. കുറേ ടൈം അങ്ങനെ എടുക്കുന്നുണ്ട്. ഇതാണ് ഏകദേശം ഇതിൻ്റെ ഒരു രൂപം ഫ്രണ്ട് പോർഷന്. പിന്നെ സ്ലീവ്സിലും ഞാൻ ഇതുപോലെ എൻഡിൽ പോർഷനിൽ ഇതുപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തവണ ഞാൻ ദുപ്പട്ടയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദുപ്പട്ടയിൽ ഈ ഒരു മെറ്റീരിയൽ അത്യാവശ്യം വിട്ട് കൂടിയൊരു മെറ്റീരിയലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു വിട്ട് ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഒരു സൈഡ് മാത്രം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒത്തിരി വിട്ടായി കഴിഞ്ഞാൽ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വീതിയുള്ളൊരു ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എനിക്ക് ഇത്തവണ കിട്ടിയത്. അപ്പോൾ അത് ഞാനൊന്ന് ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തവണ ഞാൻ കുർത്തിയിൽ ആദ്യമായിട്ടൊരു എംബ്രോയ്ഡറി വർക്ക് ചെയ്യണം. എംബ്രോയ്ഡറി വർക്കെന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് കുറച്ച് ബീഡ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് വെച്ചിട്ടൊന്ന് ചെയ്യാമെന്ന് കരുതി. പ്ലെയിനായിട്ട് കിടന്ന് കണ്ടിട്ട് എന്തോ ഒരു ഭംഗിക്കുറവ് പോലെ എന്തോ ഒരു ഇത് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ബീഡ്സ് ഒന്ന് വെച്ചിട്ട് ഒന്ന് ചെറിയ രീതിയിലൊന്ന് വർക്ക് ചെയ്ത് നോക്കാമെന്ന്. പക്ഷേ ഇത് ഭയങ്കര പാടായിരുന്നു. കാരണം ഓരോ ബീഡ്സ് ഇങ്ങനെ പറക്കി എടുത്ത് അതിൽ കോർത്ത് സ്റ്റിച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ഉണ്ടായിരിക്കും. പക്ഷേ എനിക്കറിയില്ല. ഇതിപ്പോൾ ഞാൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് കണ്ടില്ലേ ഒരു ബീഡ്സ് അതിൻ്റെ വഴിക്ക് പോയി. അപ്പോൾ അങ്ങനെ നുള്ളി പറക്കിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്കിത്. അതുപോലെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു പരിപാടി ചെയ്യുന്നത് കൊണ്ട് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നിയായിരുന്നു എനിക്ക്. അപ്പോൾ പണിഞ്ഞ് ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ടും എന്തൊക്കെയോ ഒരു മിസ്സിങ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെയൊക്കെ വർക്ക് ചെയ്യണമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.